എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നമുക്ക് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടെ നമ്മുടെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യുക. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മുടെ ഈ ജ്യൂസ് തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലൊരു കുക്കുംബറാണ് എടുത്തിട്ടുള്ളത്. പല നാട്ടിലും പല പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. നിങ്ങളുടെ നാട്ടിൽ ഇതിന് എന്താണ് പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം നമുക്ക് ഈ കുക്കുംബർ ഇതുപോലെ ഒന്ന് അരിഞ്ഞിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. നല്ലതുപോലെ ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് ഒരു നാരങ്ങയുടെ പകുതിയാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞതിന് ശേഷം അതിൻ്റെ ജ്യൂസ് കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് പുതിനയിലയാണ്. പുതിനയില എടുക്കുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള പുതിനയില എടുക്കുക. ഇനി ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഒരു 2 പിഞ്ചളവിൽ ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു 2 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ആ കുക്കുംബറും എല്ലാം നന്നായിട്ടൊന്ന് അരിഞ്ഞ് കിട്ടണം. എന്നിട്ട് ഇത് അരിച്ച് ഒരു സെർവിങ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ സമയം നിങ്ങൾക്ക് ഐസ് ക്യൂബ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, കുക്കുംബർ വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഈ ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്